മരിക്കുമ്പോൾ ആർക്കും അവരുടെ സ്വത്തോ മറ്റൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ നോക്കിയാൽ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ആസ്തികൾ ഒരുപാടുള്ള നിരവധി ആളുകളാണുള്ളത്. ഇവരിൽ പലരുടെയും ആസ്തികൾ ഇതുവരെ കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടുമില്ല. ഇത്തരം ആസ്തികളെ പലരും നിധി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ചരിത്രത്തിലുടനീളം നിരവധി രാജാക്കന്മാരുടെയും ചക്രവർത്തിമാരുടെയും നിരവധി കഥകളും നിലനിൽക്കുന്നുണ്ട്. ഇന്നും ഇത്തരം നിധികൾ തിരയുന്ന നിരവധി ആളുകളാണ് ലോകത്തുള്ളത്. ഇത്തരം നിധികളുടെ മൂല്യം ഇന്നും കണക്കാക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗ് നഗരത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്ത കൊട്ടാരമാണ് ആംബർ റൂം എന്നത്. 1770 പേർഷ്യയിൽ നിർമ്മിച്ച ഇത് ഒരു അറ പോലെയാണ് ഉള്ളത്. റഷ്യയ്ക്കും പേർഷ്യയ്ക്കും ഇടയിലുള്ള സമാധാന സമ്മാനമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. 1941 രണ്ടാം ലോക മഹായുദ്ധ സമയകാലത്ത് നാസികൾ ഇത് പിടിച്ചെടുത്തിരുന്നു. പിന്നീട് സുരക്ഷിതമാക്കാൻ പ്രത്യേക ഭാഗങ്ങളായി വിഭജിക്കുകയും ചെയ്തു. 1943 ഇവ ഒരു മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചതായ തരത്തിലും രേഖകൾ നിലനിൽക്കുന്നുണ്ട്. പിന്നീട് ഇവ ആരും തന്നെ കണ്ടിട്ടില്ല. അടുത്ത ചെങ്കിസ് ഖാന്റെ നിധിയാണ്. മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ച ചെങ്കിസ് ഖാൻ ഏറ്റവും പ്രശസ്തനായ ഒരു യോദ്ധാവാണ്. ഏകദേശം മുഴുവൻ ലോകത്തെയും കീഴടക്കിയ അദ്ദേഹത്തിന് വലിയ സമ്പത്താണ് ഉണ്ടായിരുന്നത്. 1227 അദ്ദേഹം മരണപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരവും നിധിയും അജ്ഞാതമായ ഒരു സ്ഥലത്ത് അടക്കം ചെയ്തുവെന്നാണ് രേഖകളിൽ പറയുന്നത്. ഈ നിധി തേടി പോയവരാരും ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല എന്നത് മറ്റൊരു സത്യമാണ്. മറ്റൊന്നാണ് ഫോറസ്റ്റ് ഫെന്നിന്റെ നിധി എന്നത്. US എയർഫോഴ്സിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് ഫോറസ്റ്റ് ഫെൻ എന്നയാൾ. അദ്ദേഹം ഒരു പൈലറ്റ് ആയിരുന്നു. കോടിക്കണക്കിന് ഡോളർ വില മതിക്കുന്ന വിലയേറിയ പുരാവസ്തുക്കളുടെ വ്യാപാരി കൂടിയായിരുന്നു ഈ വ്യക്തി. 1980 അദ്ദേഹത്തിന് ക്യാൻസർ തിരിച്ചറിഞ്ഞതോടെ കോടികൾ വില വരുന്ന നിധി ഒളിപ്പിക്കുകയുണ്ടായി. തന്റെ നിധി കണ്ടെത്താൻ ആളുകൾക്ക് അദ്ദേഹം ചില സൂചനകൾ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതുവരെ കണ്ടെത്താൻ അത് ആർക്കും കഴിഞ്ഞിട്ടില്ല. എൽഡോറോയുടെ നിധിയാണ് മറ്റൊന്ന്. നിരവധി ആളുകളുടെ ജീവനെടുത്ത നിധി കൂടിയാണിത്. കൊളംബിയയിലെ ക്വാട്ടവിറ്റ തടാകത്തിലാണ് നിധി കുഴിച്ചിട്ടിരിക്കുന്നതെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. മാത്രമല്ല ഇതൊരു സ്വർണ്ണ ശേഖരമാണ്. നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സൂര്യനെ ആരാധിച്ചിരുന്ന ചിംച ഗോത്രം തടാകത്തിലെ ധാരാളം സ്വർണം എറിഞ്ഞതായിട്ടാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. വർഷങ്ങൾ നീണ്ട ഈ ആചാരമാണ് ഈ നിധിക്ക് പ്രധാനമായിട്ടും വഴിതെളിച്ചത്. സ്പാനിഷ് കടൽ കൊള്ളക്കാരൻ ഫ്രാൻസിസ്കോ പിസാറോ ഈ നിധി കൊള്ളയടിക്കാൻ നിരവധി ശ്രമങ്ങൾ നടത്തി എന്നതിന് നിരവധി രേഖകളുമാണ് നിലനിൽക്കുന്നത്. എന്നാൽ അതൊന്നും ഒരു ഫലവും കണ്ടിരുന്നില്ല.